ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ പുതിയ ദിവസം കർത്താവിനാൽ വിളിക്കപ്പെട്ട നാം ഓരോരുത്തരും ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ, ഇന്നത്തെ നമ്മുടെ യാത്രകളെ, ഇന്നത്തെ ഉത്തരവാദിത്തങ്ങളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്ന് നമ്മുടെ ചിന്തകൾക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. ഉയർന്ന ചിന്താഗതി നമ്മുടെ ഉയർച്ചയ്ക്ക്, എല്ലാ മേഖലയിലും ഉയർച്ചയ്ക്ക് കാരണമാകും. അതിനാൽ ഇന്ന് വരെയുള്ള നമ്മുടെ ചിന്തകളിൽ നിന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഉന്നതമായ ചിന്തകളെ സ്വന്തമാക്കാൻ, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ നമ്മുടെ ചിന്തകളെ ആക്കുന്നതിന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. എന്തെന്നാൽ അനാവശ്യമായ ചിന്തകൾ കാരണം ഒത്തിരി രോഗങ്ങളും പീഡകളും നമുക്കുണ്ടാകുന്നുണ്ട്. അനാവശ്യമായ ചിന്തകൾ കാരണം, നെഗറ്റീവ് ചിന്തകൾ കാരണം നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ മക്കളുടെ പഠനത്തെ അത് ബാധിക്കുന്നുണ്ട്. മക്കൾ പഠിക്കാൻ അല്പം മണ്ടരാണെങ്കിലും നിങ്ങളുടെ ചിന്തകൾ അവൻ പഠിക്കില്ല എന്ന ആ ചിന്തകളെ നിങ്ങൾ പോഷിപ്പിച്ച് വലുതാക്കി കഴിയുമ്പോൾ മക്കൾ പഠിക്കാൻ താല്പര്യമില്ലാതായി മാറുന്നു. അങ്ങനെ പല മേഖലകളിൽ നമ്മുടെ ചിന്തകൾ താഴ്ന്നതായതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നുണ്ട്. അതിനാൽ നമ്മുടെ ചിന്തകൾക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ നമുക്കിന്ന് സാധിക്കണം. ദൈവികമായ ചിന്തകൾ, ഉന്നതമായ ചിന്തകൾ, ക്രിയാത്മകമായ ചിന്തകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇന്നു മുതൽ നമുക്ക് പരിശ്രമിക്കണം. അനേക വർഷങ്ങളായി ഒരേ ചിന്താമണ്ഡലത്തിൽ കൂടി പ്രവർത്തിച്ചിരുന്ന നാം ഇപ്പോൾ അത് മാറ്റി ദൈവത്തിൻ്റെ ഉന്നതമായ ചിന്തകൾ സ്വന്തമാക്കാൻ ഇന്ന് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ചിന്തയിൽ ഉയർന്നാൽ, ചിന്താഗതിയിൽ ഉയർച്ചയുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനത്തിനും, കുടുംബത്തിൽ ഉയർച്ചയ്ക്കും, ജോലി മേഖലയിലും, ബിസിനസ് മേഖലയിലും, സാമൂഹിക ബന്ധത്തിൽ, കുടുംബ ബന്ധത്തിൽ, ദാമ്പത്യ ബന്ധത്തിൽ എല്ലാം ഉയർന്ന ചിന്താഗതിക്കാരാണ് കൂടുതൽ ഉന്നത നിലവാരത്തിലെത്തുന്നത്. അതിനാൽ ഇന്ന് നമ്മുടെ ചിന്തകളെ ആത്മശോധന ചെയ്യാം. നാം പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ ചിന്തയിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. അതിനാൽ തെറ്റായ വാക്കുകൾ കാരണം ഒത്തിരി തെറ്റായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്തെന്നാൽ വാക്കുകൾ പ്രാധാന്യമർഹിക്കുന്നതാണ്. നാം പറയുന്ന വാക്കുകളാണ് അത് സംഭവിക്കുന്നത്. അതിനാൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ എല്ലാം ദൈവിക പദ്ധതിക്ക് അനുസരണമുള്ളതാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവകരങ്ങളിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ. അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമാണ്. മഴയും മഞ്ഞും ആകാശത്തുനിന്ന് വരുന്നു, അങ്ങോട്ടും മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും.
ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ ദിവസം നൽകി അവിടുത്തെ കാരുണ്യം രുചിച്ചറിയാൻ വീണ്ടും ഒരവസരം കൂടി നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതിനാൽ തന്നെ ഇന്ന് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് നിന്റെ ചിന്താഗതിയും ചിന്താശക്തിയും വാക്കുകളും നൽകി ശുദ്ധമായ വാക്കുകൾ ഉപയോഗിക്കുവാൻ, ഞങ്ങളുടെ സംഭാഷണത്തിൽ നല്ല വാക്കുകൾ, നന്മയുടെ വാക്കുകൾ, പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ, സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വാക്കുകൾ, കരുണയുടെയും ക്ഷമയുടെയും വാക്കുകൾ പരസ്പരം കൈമാറാൻ ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചിന്താമണ്ഡലത്തെ നീ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും അബോധ മനസ്സിനെയും യേശുവേ, നിന്റെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ഓരോ ചിന്തയും ഉന്നതമായ ചിന്തകളാകാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ. കർത്താവേ, ആകാശം ഭൂമിയേക്കാൾ ഉന്നതമായതുപോലെ ഞങ്ങളുടേതിനേക്കാൾ എത്രയോ ഉന്നതമായ ചിന്തയാണ് അങ്ങയുടേത്. ആ ചിന്തയാൽ ഞങ്ങളോട് അവിടുന്ന് അരുളി ചെയ്യുന്നു, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ ഉയർച്ചയ്ക്കുള്ളതാണ്, നാശത്തിനുള്ളതല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. കർത്താവേ, അങ്ങയുടെ ഉന്നതമായ ചിന്തയിൽ നിന്നും ഉതിരുന്ന ഞങ്ങളെക്കുറിച്ചുള്ള ഉന്നതമായ പദ്ധതി മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് ഉന്നതമായ മനസ്സും ചിന്തകളും നൽകി ഇന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ സംസാരത്തിലൂടെയാണ് ഞങ്ങൾ ആരെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്നത്. ഞങ്ങളുടെ ജോലി മേഖലയിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ ബിസിനസ്സിൽ എല്ലാം മറ്റുള്ളവരോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളെ തന്നെ തിരിച്ചറിയുന്നത്, ഞങ്ങളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ വാക്കിൽ കൂടി ആണ്. അതിനാൽ തന്നെ ഇന്ന് ഞങ്ങളുടെ വാക്കുകളെ നീ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ നാവിന് നീ നിയന്ത്രണം ഏർപ്പെടുത്തി നീ ആഗ്രഹിക്കുന്ന വാക്കുകൾ മാത്രം ഉപയോഗിച്ച് സംഭാഷണം ചെയ്യാൻ ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, പലപ്പോഴും ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ, ഞങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾ, ഞങ്ങൾ സംസാരിച്ചു വരുന്ന വാക്കുകൾ പലപ്പോഴും വീണ്ടും വീണ്ടും ഞങ്ങൾ ഉപയോഗിക്കുന്നു. എന്നാൽ ആ വാക്കുകൾ കാരണം ഞങ്ങൾക്ക് ഒത്തിരി തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഭാവിയിൽ ഉയരാൻ സാധിച്ചിട്ടില്ല. ഏത് കാര്യങ്ങളിലും ഞങ്ങൾക്ക് പിന്നോക്കം മാറേണ്ടി വന്നിട്ടുണ്ട്. അതിനാൽ ഇന്നത്തെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ചിന്തകളെ നീ വിശുദ്ധീകരിച്ച്, വാക്കുകളെ വിശുദ്ധീകരിച്ച്, നീ ആഗ്രഹിക്കുന്നത് പോലെ സംസാരിക്കാനും ചിന്തിക്കാനും അതിൻമൂലം പ്രവർത്തിക്കാനും ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ. കർത്താവേ, നീ ഉന്നതത്തിൽ നിന്നുള്ളവനാണ്. നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഉന്നതമായ കാഴ്ചപ്പാടുകൾ തരാൻ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച്, സഹവാസികളെക്കുറിച്ച്, സഹപ്രവർത്തകരെക്കുറിച്ച് എല്ലാം ഉന്നതമായ ചിന്തകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മുതിർന്നവരെക്കുറിച്ച്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, അധ്യാപകരെക്കുറിച്ച്, കൂടെ പഠിക്കുന്നവരെക്കുറിച്ച് കർത്താവേ എല്ലാം ഉന്നതമായ ചിന്താഗതികൾ നൽകി ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം നൽകി ഉയർന്ന ചിന്തയുള്ള വ്യക്തികളായി ഞങ്ങളെ മാറ്റണമേ. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് തന്നെ ഉയർന്ന നിലവാരമുണ്ടാകാൻ ഞങ്ങളുടെ ചിന്തകളെ നീ വിശുദ്ധീകരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണമേ. സകല പാപമാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ ചിന്തകളെ നീ കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങൾ പറയുന്ന ഓരോ വാക്കും ഞങ്ങളുടെ ചിന്തയിൽ നിന്ന് വരുന്നതാണ്. അതിനാൽ ഞങ്ങളുടെ ചിന്തകളെ നീ നിയന്ത്രിച്ച് നിന്റെ ഉന്നതമായ ചിന്തകൾ ഞങ്ങൾക്കും ലഭിക്കുന്നതിന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിഷേധാത്മകമായ വാക്കുകളിൽ നിന്നും ചിന്തകളിൽ നിന്നും ഞങ്ങളുടെ മനസ്സിനെ നീ കാത്തു സൂക്ഷിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഇടപാടുകളെയും, ഞങ്ങളുടെ നിയോഗങ്ങളെ, യാത്രകളെ, ഞങ്ങളുടെ സംഭാഷണത്തിൻ്റെ വിഷയങ്ങൾ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ വാങ്ങാൻ പോകുന്ന സാധനങ്ങൾ, നല്ല സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് ലഭിക്കാൻ
നീ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ ക്രയവിക്രയത്തിൽ നീ ഞങ്ങൾക്ക് വിജയം നൽകണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലം, യാത്ര ചെയ്യുന്ന വാഹനങ്ങളെല്ലാം അങ്ങേക്ക് തരുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം മറ്റെല്ലാ ദിവസത്തിനേക്കാളിലും മെച്ചപ്പെട്ട അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിവസമാക്കാൻ ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, അവരോട് കരുണ തോന്നി അവരുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളിൽ നീ ഇടപെട്ട് ഇന്ന് എല്ലാം കൊണ്ടും സംതൃപ്തിയുടെ ദിവസമാക്കി ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, ഞങ്ങൾക്ക് തെറ്റുപറ്റാം, എന്നാൽ നിനക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. അതിനാൽ ഇന്ന് ഞങ്ങളുടെ തന്നെ ജീവിതത്തെ നീ നിയന്ത്രിച്ച് നന്മയുടെ മാർഗത്തിൽ, വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും മാർഗത്തിൽ, എളിമയുടെയും വിശുദ്ധിയുടെയും വിശ്വസ്തതയുടെയും മാർഗത്തിൽ ചരിക്കുന്നതിന്, നീതിപൂർവകമായി കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളോട് അവിശ്വസ്തത കാണിക്കുന്നവരോട് പരിപൂർണമായി ക്ഷമിക്കുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിനെ അന്വേഷിക്കാൻ പറ്റുന്ന ഈ സമയം ഞങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. കർത്താവേ, ആരോടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന ബോധ്യം നൽകി നിന്റെ കഴിവിനെക്കുറിച്ച്, നിന്റെ ഉന്നത ശക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് വിവേചിച്ചറിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം അത് സാധിക്കും എന്ന വിശ്വാസം നൽകി, നിന്നിൽ ആഴമേറിയ വിശ്വാസത്തോടെ എല്ലാറ്റിലും ഉപരിയായി ഉന്നതനായ, എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന, എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നതിനും കർത്താവേ, ഇന്നെന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഇന്ന് നിന്റെ കൃപയുണ്ടാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാം സമ്പത്തിൻ്റെ മേഖലയിൽ നീ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ മക്കളെ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ. ബോർഡ് എക്സാംസിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കാനുള്ള ആഗ്രഹം കൊടുത്ത്, തീക്ഷ്ണത കൊടുത്ത്, മന്ദതയും അലസതയും മാറ്റി, പഠിക്കാനുള്ള താല്പര്യക്കുറവ് മാറ്റി, പഠിച്ചാലൊന്നും മനസ്സിലാകാത്ത അവസ്ഥ മാറ്റി, പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയം മാറ്റി, പരീക്ഷ എഴുതാനുണ്ടാകുന്ന ഭയം മാറ്റി, കർത്താവേ, പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഭയം മാറ്റി നീ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇൻ്റർവ്യൂ ഉള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തെ എല്ലാം കൊണ്ടും മനോഹരമാക്കാൻ ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും നീ ആഗ്രഹിക്കുന്നത് പോലെ ഉപയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ചിന്തകളിൽ നിന്ന് ഉണ്ടായ തെറ്റുകൾ, ഞങ്ങളുടെ വാക്കുകളിൽ നിന്ന് ഉണ്ടായ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിച്ച്, ഞങ്ങളുടെ ചിന്തകളാലും വാക്കുകളാലും ഞങ്ങളുടെ പ്രവൃത്തിയാലും ഞങ്ങൾ വേദനിപ്പിച്ച ഓരോരുത്തരെയും ഇന്ന് പ്രത്യേകമായി നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്നെ രുചിച്ചറിയാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളോട് കൂടെയുള്ളപ്പോൾ അങ്ങയെ തിരിച്ചറിയാൻ അങ്ങയുടെ അനന്തമായ അനുഗ്രഹം, സാന്നിധ്യം, സന്തോഷവും സമൃദ്ധിയും നന്മയും സ്നേഹവും കരുണയും തിരിച്ചറിഞ്ഞ് നിന്നെപ്പോലെ നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാറ്റിലും ഉപരിയായി ദൈവിക സ്വഭാവത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. കർത്താവേ, ഈ ലോകം മുഴുവനും ഞങ്ങൾ നേടിയാലും ദൈവിക സ്വഭാവം ഞങ്ങൾക്കില്ല എങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ല. അതിനാൽ തന്നെ കർത്താവേ, ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന് ഞങ്ങളെ ഇന്ന് അർഹരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായി ഞങ്ങളൊരു വലിയ അത്ഭുതം ദർശിക്കാൻ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ഞങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെ ഏറ്റെടുത്ത്
അത്ഭുതങ്ങൾ നടത്തുന്ന കർത്താവെ, അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഇന്നത്തെ ദിവസം നിന്റെ നീല മേലങ്കിയുടെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും വസ്തുവകകൾക്കും പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ യാത്രകൾക്കും നേരെ നീ ഏർപ്പെടുത്തി. മാതാവേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരത്ഭുതം നടക്കാൻ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്താൻ, ഞങ്ങളുടെ ചിന്താഗതിക്ക് മാറ്റം വരുത്താൻ, ഞങ്ങളുടെ വാക്കുകൾ നിന്റെ നിയന്ത്രണത്തിലാക്കാൻ മാതാവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളോട് കരുണ കാണിക്കാൻ നിന്റെ അത്ഭുത മധ്യസ്ഥതയാൽ നിന്റെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ ഹൃദയാഭിലാഷങ്ങളെ അവിടുന്ന് സാധിച്ചു തന്ന് നിന്റെ എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ നിയന്ത്രണമുണ്ടായി അവിടുന്ന് നിന്റെ വഴികളെ സുഗമമാക്കി നിന്നെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.